പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ജിയോഗ്രഫിയുടെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. അതായത് നമ്മുടെ 1ാം ക്ലാസ് 3, 5, 7, 9 ക്ലാസ്സുകളുടെ പുതിയ പാഠപുസ്തകമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ജിയോഗ്രഫി ചാപ്റ്ററിൽ എന്തൊക്കെ വിഭവങ്ങളാണുള്ളത്, പുതിയ ഫാക്ടുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് ലോകത്തിന്റെ നെറുകയിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ട് ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് 5 പ്രധാനപ്പെട്ട അഞ്ചായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ 5ആയിട്ടാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എഴുത്താണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഒപ്പം തന്നെ ഈ ക്ലാസിന്റെ ഫീഡ്ബാക്ക് കൂടി കമന്റ് രൂപേണ അറിയിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്തുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റിൽ നൽകിയിരുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് ആ PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്ത്യയുടെ വടക്കായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ മാപ്പ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ വടക്കായിട്ട് നമുക്ക് ആരെ കാണാൻ കഴിയുന്നു? ഉത്തരപർവ്വത മേഖലയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഈ ഉത്തരപർവ്വത മേഖലയുടെ തെക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ എന്താണ്, പർവ്വതങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈ പർവ്വതങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്ന ഈ പർവ്വതങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഒറിജിൻ ചെയ്യുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണും അവസാദങ്ങളും ഒക്കെ തന്നെ അടിഞ്ഞുകൂടുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഉത്തരപർവ്വത മേഖലയുടെ തെക്കായിട്ട് ഈ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന, ഉത്തരേന്ത്യൻ സമതലം എന്ന് വിളിക്കുന്ന ഒരു സമതല പ്രദേശം അങ്ങനെ രൂപം കൊള്ളുകയാണ്. ഈ സമതല പ്രദേശത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഇവിടെ മൂന്നാമത്തെ കാറ്റഗറിയായ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഉപദ്വീപീയ പീഠഭൂമി. ഒപ്പം തന്നെ ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ 5 കാറ്റഗറിയാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡെഫിനിഷനിൽ നിന്നുമാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. അതായത് പർവ്വതം എന്ന് നമ്മൾ നിർവചിക്കണമെങ്കിൽ ആ ഭൂരൂപത്തിന് സമുദ്രനിരപ്പിൽ നിന്നും എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ ഉയരം ഉണ്ടായിരിക്കണം എന്ന് ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിന് മുകളിലുള്ള ഭൂരൂപത്തെയാണ് 900 മീറ്റർ, 900 കിലോമീറ്റർ എന്നിങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ട്. അപ്പം മീറ്റർ ആണ് ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ മുകളിലുള്ള ഭൂരൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർവ്വതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ പർവ്വതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടുകൾ. ഇവിടെ നോക്കിയാൽ അറിയാം, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഈ പാമീർ പർവ്വതക്കെട്ടുകളിൽ നിന്നുമാണ് വിഭിന്ന പർവ്വതങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പർവ്വത നിരകൾ രൂപം കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ഹിമാലയം പർവ്വത നിരകൾ, കാരക്കോറം പർവ്വത നിരകൾ, ഇങ്ങനെ വിഭിന്ന പർവ്വത നിരകൾ രൂപം കൊണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. അവിടുന്ന് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചിരിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേരുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്ന പാമീർ നോട്ടിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയുടെ വടക്കും അതുപോലെ തന്നെ വടക്ക് കിഴക്കായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വതങ്ങളാണ്. ഒരൊറ്റ പർവ്വതമല്ല, നിരവധി പർവ്വതങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ഉത്തരപർവ്വത മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പർവ്വതങ്ങളുടെ കൂട്ടത്തെയാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്, ഉത്തരപർവ്വത മേഖലയിൽ കാണാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വിവിധ പർവ്വതങ്ങളുടെ കൂട്ടം ഒറിജിൻ ചെയ്തതിനെ കുറിച്ചാണ് ഇനി ആ ചാപ്റ്ററിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ത് ചെയ്യുന്നു, പതുക്കെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണ് തെക്ക് ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതെന്ത് ചെയ്യുന്നു, ഗോണ്ട്വാന ലാൻഡിൽ നിന്നും അടർന്നു മാറിയ ഒരു ശിലാഫലകമാണ്, ഒരു വൻകര ഫലകം. പതുക്കെ ഇത് എങ്ങോട്ട് സഞ്ചരിക്കുന്നു, വടക്കോട്ട് സഞ്ചരിക്കുകയും ഇവിടെ എന്തുണ്ടായിരുന്നു, യുറേഷ്യ എന്ന് പറയുന്ന ആ ഫലകം ഉണ്ടായിരുന്നു. ഇവ തമ്മിൽ എന്ത്
എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് ഈ കാണപ്പെടുന്ന മടക്കുകൾ പോലെയുള്ള പർവ്വത നിരകൾ പാമീർ നോട്ടിൽ നിന്നും താഴോട്ടും പല വിഭിന്ന ദിശകളിലേക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് ഈ പാമീർ നോട്ടിൽ നിന്നും ആ വിഭിന്ന ദിശയിലേക്ക് വിവിധ പർവ്വത നിരകൾ രൂപം കൊണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ഉത്തരപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ഒരു ശിലാമണ്ഡലത്തെ കുറിച്ച് കൂടി ഈ യൂണിറ്റിൽ പറയുന്നുണ്ട്. എന്താണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ പൊതുവെ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന പ്രദേശമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ഒന്നുകിൽ കരപ്രദേശമാകാം അല്ലെങ്കിൽ സമുദ്ര പ്രദേശവുമാകാം. ഈ ഭൂവൽക്കത്തിന് താഴെയാണ് മാന്റിൽ കാണപ്പെടുന്നത്. മാന്റിലിനെ അപ്പർ മാന്റിൽ നിന്നും ലോവർ മാന്റിൽ നിന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും അപ്പർ മാന്റിലും ചേർന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഈ ശിലാമണ്ഡലത്തിന്റെ താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ കാണപ്പെടുന്ന അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അസ്തനോസ്ഫിയറിൽ സംബന്ധിച്ചിടത്തോളം മാഗ്മ എന്ന് പറയുന്നത് അതായത് ദ്രാവക അവസ്ഥയിലാണ് കാണുന്നത്. മാഗ്മ രൂപത്തിലാണ് അവിടെ കാണുന്നത്. ശിലകൾ എന്ന് പറയുന്നത് ദ്രാവക അവസ്ഥയിലാണ്, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ശക്തമായി തിളച്ചു മറിയുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഫോഴ്സ്, ഒരു ബലം ഉണ്ടാകുന്നു. സംവഹനം എന്ന് പറയുന്ന ഒരു ബലം രൂപം കൊള്ളുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ശിലാമണ്ഡലം എന്നറിയപ്പെടുന്ന ഈ ഭാഗം പൊട്ടിപ്പിളരുകയും അത് വിഭിന്ന പ്രദേശത്തേക്ക് മൂവ് ചെയ്തു പോകുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ശിലാമണ്ഡലങ്ങൾ രൂപം കൊണ്ടത് എങ്ങനെയാണ്? അസ്തനോസ്ഫിയറിൽ ഉണ്ടായ ശക്തമായ ഫോഴ്സിന്റെ ഫലമായിട്ട് ശിലാമണ്ഡലം പൊട്ടിപ്പിളർന്ന് മൂവ് ചെയ്യുന്നു. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇവ വൻകര ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ മാത്രമുള്ളതുമാകാം. കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ശിലാമണ്ഡല ഫലകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വൻകര മാത്രം വരുന്ന ഭാഗമായിട്ട് വരാൻ പാടില്ല. അത് വൻകര മാത്രമായിട്ടുള്ളതും ഉണ്ടാകാം, കരഭാഗങ്ങൾ മാത്രമായിട്ടുള്ളതും ഉണ്ടാകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗമശിലാപാളികളുടെ ചലനം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭൗമശിലാപാളികളുടെ ചലനം അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക് രൂപം കൊള്ളുവാനുള്ള കാരണം എന്താണെന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു അല്ലെ. അസ്തനോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശിലാമണ്ഡലത്തിന്റെ താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിലാണ് എവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? അസ്തനോസ്ഫിയറിൽ ശിലകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അസ്തനോസ്ഫിയറിന്റെ മുകളിൽ ടെക്ടോണിക് ഫലകങ്ങൾ, നമ്മൾ നേരത്തെ പഠിച്ച ഭൗമശിലാ പാളികൾ, ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിക്കുന്നു അല്ലെ. ഇതിന്റെ ഫോഴ്സ്, ഇതിന്റെ സമ്മർദ്ദം, ശക്തമായ ബലത്തിന്റെ ഫലമായിട്ട് ഇവ ചലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. അടുത്ത ലാസ്റ്റ് പോയിന്റ് ഫലക ചലനം മൂലം രണ്ട് കരപ്രദേശങ്ങൾ, രണ്ട് കരഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, ഇവയുടെ അതിരുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കരപ്രദേശങ്ങൾ തമ്മിലാണെങ്കിൽ അവ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഒടിഞ്ഞു മടങ്ങി പൊങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഉത്തരപർവ്വത മേഖല രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് രണ്ട് കരപ്രദേശങ്ങൾ, ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുന്നു. ഇങ്ങനെ ഇന്ത്യൻ ഫലകത്തിന്റെ യുറേഷ്യൻ ഫലകത്തിന്റെ ഇടയിലായിട്ട് തെദിസ് എന്ന് പറയുന്ന സമുദ്രഭാഗം ഉണ്ടായിരുന്നു. ഈ സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു പൊങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഉയർന്നു പൊങ്ങിയതിന്റെ ഫലമായിട്ടാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്? ഉത്തരപർവ്വത മേഖല എന്നറിയപ്പെടുന്ന നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ഒക്കെ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് ഈ തിയറി നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ 3 തരം ഫലക അതിരുകളെ കുറിച്ചും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് സംയോജക സീമ അല്ലെങ്കിൽ കൺവേർജന്റ് മാർജിനെ കുറിച്ചാണ്. രണ്ട് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു.
ഒരു കരപ്രദേശവും ഒരു സമുദ്രപ്രദേശവും തമ്മിൽ കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ ഒരു കരഫലകവും ഒരു സമുദ്രഫലകവും തമ്മിൽ കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ രണ്ട് സമുദ്രഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കരഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാം. രണ്ട് കരഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ മാർജിൻ, അതിന്റെ നടുക്ക് വരുന്നത് ഏറ്റവും സെന്റർ ആയിട്ട് വരുന്ന ആ പ്രദേശങ്ങൾ മടങ്ങി പൊങ്ങി വരുന്നത് കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സംയോജക സീമയുടെ ഫലമായിട്ടാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെയാണ് ഉത്തരപർവ്വത മേഖല രൂപം കൊണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത എന്താണ് വിയോജക സീമകൾ. അസ്തനോസ്ഫിയറിൽ മാഗ്മ തിളച്ചു മറിയുന്നതിന്റെ ഫലമായിട്ട് ഫലകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, അകന്നു പോകാം, അല്ലെങ്കിൽ അടർന്ന് എന്ത് ചെയ്യുന്നു, പതുക്കെ പതുക്കെ ഇത് തെന്നി മാറിപ്പോകുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനത്തിനൊക്കെ കാരണമാകുന്നത്. അസ്തനോസ്ഫിയറിലുള്ള മാഗ്മ തിളച്ചു മറിഞ്ഞ് മുകളിലോട്ട് വരികയും സ്ഫോടനം, അഗ്നിപർവ്വത സ്ഫോടനം, ലാവയൊക്കെ പുറത്തു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഡൈവേർജന്റ് മാർജിൻ, വിയോജക സീമകൾ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അടുത്ത ഛേദക സീമ അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജിൻ എന്നാണ്. രണ്ട് ഫലകങ്ങൾ തമ്മിൽ തിരശ്ചീനമായിട്ട് ഉരസി മാറുന്നു, അല്ലെങ്കിൽ ഉരസി മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസ്ഫോം മാർജിൻ അല്ലെങ്കിൽ ഛേദക സീമ എന്ന് വിളിക്കുന്നത്. അപ്പൊ 3 തരം ഫലക അതിരുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് സംയോജക സീമ, അവിടെ ഓർക്കേണ്ടത് നമ്മുടെ മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണം. വിയോജക സീമ എത്തുമ്പോൾ അവിടെ ഓർക്കേണ്ടത് രണ്ട് ഫലകങ്ങൾ, ഒരു ഫലകം തമ്മിൽ അകന്നു മാറുമ്പോൾ അവിടെ ഫ്രംശ താഴ്വരകൾ ഇങ്ങനെ രൂപം കൊള്ളാം. അതല്ലേ, നർമ്മദയുടെ നമ്മൾ ഫ്രംശ താഴ്വരകൾ രൂപം കൊണ്ടല്ലോ, ഇങ്ങനെ അകന്നു മാറുമ്പോൾ അവിടെ ഫ്രംശ താഴ്വരകൾ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അത് വിയോജക സീമ, ഛേദക സീമ, ഇത്രയും 3 ഫലക അതിരുകളെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം, ഫോൾഡിംഗ്, മടക്ക് സംഭവിക്കാറുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ ജോഗ്രഫിക്കൽ ടേം വളരെ പ്രധാനപ്പെട്ടതാണ്. വലനം എന്ന് പറയുന്ന ടേം ആണ്, മടക്ക് പർവ്വതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്താ പറയുന്നത്? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി, എന്താണ് സംയോജക സീമകൾ? രണ്ട് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു, ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി, കൂട്ടിമുട്ടൽ ഫലമായി ശിലാപാളികൾക്ക് എന്ത് സംഭവിക്കുന്നു? വലനം, മടക്ക്, ഉയർച്ച ഉണ്ടാകുന്നു, അല്ലെ? അതാണ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോൾഡിംഗ് സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതങ്ങളെയാണ് നമ്മൾ മടക്ക് പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു സ്ഥിതി ചെയ്യപ്പെട്ടത്. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിന് അടുത്ത് വന്നപ്പോൾ, അതായത് ഓസ്ട്രേലിയൻ വൻകരയുടെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗോണ്ട്വാന ലാൻഡിനെ കുറിച്ച് പറഞ്ഞു. ഗോണ്ട്വാന ലാൻഡിൽ നിന്നും അടർന്നു മാറിയ ഒരു പ്രദേശമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന വൻകര. ആ ഓസ്ട്രേലിയ വീണ്ടും രണ്ടായിട്ട് അടർന്നു മാറുന്നു. ഒന്ന് ഇന്ത്യൻ ഫലകവും മറ്റൊന്ന് ഓസ്ട്രേലിയൻ ഫലകവും ആകുന്നു. ഈ ഇന്ത്യൻ ഫലകമാണ് പിന്നീട് എങ്ങോട്ട് സഞ്ചരിക്കുന്നത്? വടക്കോട്ട് നീങ്ങി നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ യുറേഷ്യൻ ഫലകവുമായിട്ട് കൂട്ടിമുട്ടുന്നു. ഈ രണ്ട് ഫലകങ്ങളുടെ ഇടയിൽ നിലകൊണ്ട തെതിസ് എന്ന് പറയുന്ന സമുദ്രം, ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സമുദ്രമാണ് ഏതെന്ന് പറയുന്നത്? തെതിസ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഹിമാലയൻ പർവ്വതനിരകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമുദ്രഭാഗം തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്നാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്? ഹിമാലയൻ പർവ്വതം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങിയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. പരീക്ഷയ്ക്ക് ഇതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രക്രിയയുടെ ഫലമായിട്ടാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്? വലനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഇത്തരത്തിൽ രൂപം കൊണ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും യങ് ഫോൾഡ് ആയിട്ടുള്ള പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം എന്ന വിശേഷണമാണ് ആർക്കുള്ളത്? നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയൻ പർവ്വത നിരകൾക്കുള്ളത്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വത നിരകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വടക്ക് കിഴക്കായിട്ട് ഉത്തരപർവ്വത മേഖലയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് നമുക്ക് പറയാം. താരതമ്യേന പ്രായം കുറഞ്ഞതാണ്, അതുപോലെ തന്നെ ഉയരമേറിയതുമായിട്ടുള്ള പർവ്വത നിരകൾ നമുക്ക് എവിടെ
എവിടെ കാണാൻ കഴിയുന്നുണ്ട്? നമുക്ക് ഉത്തരപർവ്വത മേഖലയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതെങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്? ശിലാപാളികൾക്ക് വലനം, കൂട്ടിമുട്ടൽ അല്ലെ, വലനം സംഭവിച്ചാണ് രൂപം കൊണ്ടിരിക്കുന്നത്, മടക്ക് പർവ്വതങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് ഏതെന്ന് പറയുന്നത്? ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറ്, അതിന്റെ പടിഞ്ഞാറ് എടുക്കുമ്പോൾ ഏതാണ് വരുന്നത്? സിന്ധു നദിയാണ് വരുന്നത്. സിന്ധു നദി ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന കാഴ്ച, പടിഞ്ഞാറോട്ട് പോകുന്നു അല്ലെ. കിഴക്ക് എവിടെയാണ് വരുന്നത്? ബ്രഹ്മപുത്ര നദി ആണ് വരുന്നത്, നമ്മുടെ ആസാം മേഖല, അരുണാചൽ പ്രദേശ് ആ മേഖല, ഇത്രയും പ്രദേശങ്ങളായിട്ട് നിൽക്കുന്നു. അപ്പൊ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശ നീളം പറയുന്നുണ്ട് 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖല. ഇതിന്റെ വീതിയെ കുറിച്ച് പറയുന്നുണ്ട്. ചിലയിടങ്ങളിൽ 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ചിലയിടത്ത് എന്ത് ചെയ്യുന്നു? ചെറുതാവുന്നു, മടക്കിയായിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ 150 കിലോമീറ്ററും മറ്റിടങ്ങളിൽ 400 കിലോമീറ്റർ വരെയും വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വാരങ്ങളും ഒക്കെ തന്നെ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? ഉത്തരപർവ്വത മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പൊ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിട്ടാണ് മൂന്നായി തരംതിരിക്കുന്നത്? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിലായിട്ടാണ് മൂന്നായിട്ട് തരംതിരിക്കുന്നത്. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഈ പാമീർ പർവ്വത നിരകളുടെ തൊട്ട് തെക്കായിട്ട്, അതായത് തൊട്ട് താഴെയായിട്ട് നമുക്ക് ആരെ കാണാൻ കഴിയുന്നു? ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് തെക്കായിട്ട്, തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹിമാലയത്തെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് കിഴക്കൻ കുന്നുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഭൂപ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചു? മൂന്നായിട്ട്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ തരംതിരിക്കാൻ നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹിമാലയം പർവ്വതനിരകളെ കുറിച്ച് തരംതിരിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മലനിരകളിൽ ഒന്നാണ് കാരക്കോറം മലനിരകൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പാമീർ പീഠഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നായിട്ട് നമുക്ക് പറയാം. പാമീർ പീഠഭൂമിയുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കാരക്കോറം മലനിരകൾ. അതിന് തൊട്ട് താഴെയായിട്ടാണ് ലഡാക്ക് മലനിരകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ലഡാക്ക്, സസ്കർ മലനിരകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് മൂന്നും ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്, തെറ്റിക്കരുത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ്. ഏറ്റവും മുകളിൽ ഏറ്റവും വടക്കായിട്ട് പാമീർ പർവ്വത നിരകളുമായിട്ട് അല്ലെങ്കിൽ പാമീർ പീഠഭൂമിയുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന, തൊട്ട് നിൽക്കുന്ന മലനിരകളാണ് ഇതെന്ന് പറയുന്നത് കാരക്കോറം മലനിരകൾ. അതിന് താഴെയായിട്ടാണ് ലഡാക്ക് മലനിരകൾ വരുന്നത്. അതിന്റെ താഴെയായിട്ടാണ് സസ്കർ മലനിരകൾ വരുന്നത്. എന്നിങ്ങനെ മൂന്ന് മലനിരകൾ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ സസ്കർ മലനിരകളുടെ താഴെയായിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കുമ്പോൾ ഹിമാലയത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പൊതുവെ പറയുന്ന ഹിമാലയം പർവ്വത നിരകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിക്കാൻ കഴിയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഇതെന്ന് പറയുന്ന ഹിമാദ്രി. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കായിട്ടാണ് നമുക്ക് ഏത് കാണാൻ കഴിയുന്നത്? ഞാനിപ്പോൾ വരയ്ക്കുന്ന ഹിമാദ്രി കാണാൻ കഴിയുന്നത്. ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും നീളം കൂടിയത്, ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയത് ഏറ്റവും നീളം കൂടിയതുമായിട്ടുള്ള പർവ്വത നിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഈ ഹിമാദ്രി, അതായത് സസ്കർ മലനിരകളുടെ തെക്കായിട്ടാണ് ഞാനിപ്പോൾ ഏത് വരച്ചത്? ഹിമാദ്രി വരച്ചത്. ഹിമാദ്രിക്ക് തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ തെക്കായിട്ടാണ് നമുക്ക് ഏത് പറയാൻ കഴിയുന്നത്? ഹിമാചൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഹിമാചൽ എന്ന് പറയുന്നത് ആ ഹിമാദ്രിയുടെ തെക്കായിട്ടാണ് നമുക്ക് പറയുന്നത്. ഈ ഹിമാചലിന്റെയും ഏറ്റവും താഴെയായിട്ട് അല്ലെങ്കിൽ തെക്കായിട്ടാണ് ഏത്? ശിവാലിക് മലനിരകൾ കാണാൻ കഴിയുന്നത്. ഏറ്റവും താഴെയായിട്ടാണ് ശിവാലിക് വരുന്നത്. പൊതുവെ ഏറ്റവും നീളം കുറഞ്ഞതും അതുപോലെ തന്നെ ഉയരം കുറഞ്ഞതുമായിട്ടൊരു പർവ്വത നിരയാണ് ഏതെന്ന് പറയുന്നത്? ശിവാലിക് എന്ന് പറയുന്നത്. മൂന്നിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഹിമാലയത്തിന്റെ സ്ഥാന നിർണയമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിമാലയത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട വകഭേദങ്ങളായിട്ട് അല്ലെങ്കിൽ മലനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ NCERT പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് ഉയരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഇനി അടുത്തത് നമ്മൾ കിഴക്കോട്ട് പോകുമ്പോഴാണ് നമുക്ക് കിഴക്കൻ കുന്നുകൾ കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പട്കായി, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ. പട്കായി കുന്നുകൾ, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ ഹിമാലയത്തിന്റെ കിഴക്കൻ കുന്നുകളായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ പഠിച്ചതിന്റെ എല്ലാത്തിനേക്കാളും വീതിയും നീളവും കുറഞ്ഞ കുന്നുകളാണ്, മലനിരകളാണ് പട്കായി ബൂം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ. അവയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രാൻസ് ഹിമാലയമാണ്. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ഒന്നാണ് കാരക്കോറം മലനിരകൾ, ലഡാക്ക് മലനിരകൾ, അതുപോലെ തന്നെ ഏതാണ് നമ്മൾ പഠിച്ചത്, സസ്കർ മലനിരകൾ. ഇവ മൂന്നും ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. അപ്പൊ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും വടക്കായിട്ട് നമ്മൾ പഠിച്ചത് ഏതാണ്, ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ട് ട്രാൻസ് ഹിമാലയം നോക്കുമ്പോൾ പൊതുവെ അതിന്റെ കൂടുതൽ ഭാഗവും ഇപ്പൊ ലഡാക്ക് കഴിഞ്ഞു വരുന്നത് കാരക്കോറം മലനിരകളൊക്കെ തന്നെ, അതിന്റെ കൂടുതൽ ഭാഗം കാരക്കോറം മലനിരകളൊക്കെ തന്നെ നമ്മുടെ ഭാഗമായിട്ട് വരുന്നില്ല. ടിബറ്റൻ മലനിരകളുടെ ടിബറ്റന്റെ ഭാഗമായിട്ടൊക്കെയാണ് വരുന്നത്. ഇതിന്റെ കൂടുതൽ ഏറിയ ഭാഗവും ടിബറ്റിന്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രാൻസ് ഹിമാലയത്തിനെ ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ശരാശരി ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ഉയരം വരെ, സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ഉയരം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ വീതിയാണ് ഉള്ളത്. വീതി 40 കിലോമീറ്റർ, നീളം 965 കിലോമീറ്റർ നീളവുമാണ് ട്രാൻസ് ഹിമാലയത്തിനുള്ളത്. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ വീതി ഏകദേശമാണ്, ആവറേജ് പറയുന്നത് 40 കിലോമീറ്റർ, നീളം എന്ന് പറയുന്നത് 965. കാരക്കോറം മലനിരകൾ അല്ലെങ്കിൽ കാരക്കോറം നിരകൾ ഹിമാലയൻ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ ഏത് നിരകളാണ് നമുക്ക് പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാലും ഏതാണ്, കാരക്കോറം മലനിരകളാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ കാരക്കോറം മലനിരകൾ ഇവിടെ വരച്ചിട്ടുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ മലനിരകൾ എന്നിങ്ങനെ പറഞ്ഞ 3 മലനിരകളും ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ ബാക്കി കാര്യങ്ങൾ കൂടി പഠിച്ചു. ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. 3000 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. വീതി 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ കാരക്കോറം മലനിരകൾ പാമീർ പർവ്വതക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി പഠിച്ചു. സസ്കർ മലനിരകളുടെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഹിമാലയം കാണാൻ കഴിയുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് അല്ലെ, ഈ സസ്കർ മലനിരകൾ എന്ന് പറയുമ്പോൾ ഇസ് എ പാർട്ട് ഓഫ് ട്രാൻസ് ഹിമാലയ. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്കായിട്ടാണ് നമുക്ക് ഏത് കാണാൻ കഴിയുന്നത്, നമ്മുടെ സമാന്തര പർവ്വത നിരകളായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഹിമാലയം. ഹിമാലയത്തിനെ നമ്മൾ പൊതുവെ എത്രയായിട്ട് തരംതിരിക്കാൻ പഠിച്ചു, ഹിമാദ്രി അല്ലെ, ആദ്യം വരുന്ന ഏറ്റവും വടക്ക്, ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഏതെന്ന് ചോദിച്ചതാണ് ഹിമാദ്രി. ഹിമാദ്രിക്ക് താഴെയായിട്ട് തെക്കായിട്ടാണ് ഏത് വരുന്നത്, ഹിമാചൽ, ബ്ലൂ കളർ ഷെയ്ഡ്. അടുത്ത ഗ്രീൻ കളർ ഷെയ്ഡാണ് ശിവാലിക് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മലനിരകൾ, സമാന്തര പർവ്വത നിരകളാണ് ഏതെന്ന് പറയുന്നത്, ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഹിമാലയത്തിനെ നമുക്ക് പൊതുവെ എത്രയായിട്ട് തരംതിരിക്കുന്നു, 3ആയിട്ട്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് ഇങ്ങനെ 3ആയിട്ട്. ഇവ 3ഉം ചേരുമ്പോഴാണ് ഏതാകുന്നത്, ഹിമാലയമായിട്ട് തീരുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും തെക്കുള്ള ശിവാലിക് നിരകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ശിവാലിക് നിരകൾ എന്ന് പറയുമ്പോൾ ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലം, സമതല പ്രദേശമാണ്. ഗംഗാ സമതലം, എന്താണ് ഗംഗാ സമതലം എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഗംഗാ നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളും എക്കൽ മണ്ണും ഒക്കെ തന്നെ നിക്ഷേപം നടന്നു തുടങ്ങുന്ന പ്രദേശമാണ് ഗംഗാ സമതലം. ഇതിന്റെ അതിരായി നിലകൊള്ളുന്നതുമായ ശിവാലിക് നിരക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതി വന്നിട്ടുള്ളത്. അപ്പം ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കാണ് ഏതെന്ന് പറയുന്നത്, ഈ ശിവാലിക് മലനിരകൾ എന്ന് പറയുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത്, അല്ലെ ഈ ഞാൻ വരച്ചിട്ടുള്ള ശിവാലിക് മലനിരകൾ. ഗംഗാ സമതലത്തിന് അതിരായിട്ട് നമ്മൾ പഠിച്ചു, ഗംഗാ സമതല പ്രദേശം അല്ലെ, നമ്മുടെ ഉത്തരപർവ്വത മേഖല കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗംഗാ സമതല പ്രദേശമാണ് വരുന്നത്. അതിലൊന്നാണ് ഗംഗാ സമതല പ്രദേശം എന്ന് പറയുന്നത്. ഗംഗാ നദിയും അതിന്റെ അതിന്റെ ട്രിബ്യൂട്ടറീസും വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണും അവസാദങ്ങളും ഒക്കെ തന്നെ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന പ്രദേശമാണ് ഏതെന്ന്, ഗംഗാ സമതല പ്രദേശം. ഈ ഗംഗാ സമതല പ്രദേശം അതിരായിട്ടാണ്, ശിവാലിക് മലനിരകളുടെ അതിരായിട്ടാണ് നിലകൊള്ളുന്നത്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുള്ളതാണ് എന്ന് പറയുന്നത് ശിവാലിക്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാലാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്, ഔട്ടർ ഹിമാലയം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ശിവാലിക് മലനിരകളുടെ മറ്റൊരു പേര് പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താണ്, ഔട്ടർ ഹിമാലയം എന്ന് കൂടി ഓർത്തു വെക്കുക.
ശിവാലിക് മലനിരകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശിവാലിക് മലനിരകൾ ഏറ്റവും തെക്ക്, ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ശിവാലിക് മലനിരകളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും തെക്കായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇതിന്റെ അതിർത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ഈ ശിവാലിക് മലനിരകൾ കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സമതല പ്രദേശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമതല പ്രദേശം എന്ന് പറയുന്നത് ഗംഗാ സമതല പ്രദേശമാണ്. എന്താണ്? ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണും അവസാദങ്ങളും അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ഒരു സമതല പ്രദേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സമതല പ്രദേശത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതാണ് ഏത്? ഹിമാലയമാണ്. നിലകൊള്ളുന്ന ഹിമാലയമാണ് ഏതെന്ന് പറയുന്നത്? ശിവാലിക് മലനിരകൾ എന്ന് പറയുന്നത്. അപ്പൊ ശിവാലിക് നിരകൾ എന്ന് പറയുന്നത് ഏറ്റവും തെക്കായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേര് കൊണ്ടുണ്ട്. ഹിമാലയത്തിന്റെ പുറം ഭാഗം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ശിവാലിക് നിരകളെ എന്തെന്നറിയപ്പെടുന്നു? ഹിമാലയത്തിന്റെ പുറം ഭാഗം എന്ന് വിശേഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്നറിയപ്പെടുന്നു? ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഹിമാലയത്തിന്റെ തെക്കായിട്ട് കാണപ്പെടുന്ന മലനിരകളാണ് ശിവാലിക് മലനിരകൾ. ഇതിന് മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നു. ഹിമാലയത്തിന്റെ ഏറ്റവും പുറം ഭാഗം എന്നുള്ള വിശേഷണം ഏതിനാണ് ഉള്ളത്? ഔട്ടർ ഹിമാലയത്തിനാണ് ഉള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ വീതിയെ കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കേണ്ടുള്ളത്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് ഇതിന് വീതി. ശിവാലിക് മലനിരകൾ നമുക്ക് പൊതുവെ നമ്മൾ പഠിക്കുന്നത് ഹിമാദ്രി, ഹിമാചൽ ഒക്കെ എടുക്കുമ്പോൾ അതിന് ഏറ്റവും വീതിയും നീളമൊക്കെ കുറഞ്ഞ ഒരു മലനിരകളാണ് ശിവാലിക് നിരകൾ എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നടുക്കായിട്ട് വരുന്ന ഹിമാലയത്തിന്റെ നടുക്ക് എന്ന് പറയുന്നത് ഏതാണ്? ലെസർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പറയുന്ന പ്രദേശമാണ് അല്ലെ? അപ്പൊ ഹിമാചലിന്റെ ഒരു മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്? ലെസർ ഹിമാലയം. നമ്മുടെ പരീക്ഷയ്ക്ക് മലയാളത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ലെസർ ഹിമാലയം എന്ന് പറയുന്ന ടേം. ലെസർ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഏതാകുന്നു? ഹിമാചലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെസർ ഹിമാലയം എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഹിമാദ്രിയുടെയും ശിവാലിക്കിന്റെയും നടുക്ക് വരുന്ന പ്രദേശമാണ് ഇത് ലെസർ ഹിമാലയം. ഈ ഹിമാദ്രിയെ മറ്റൊരു പേരിൽ കൂടിയാണ് നമ്മൾ വിളിക്കപ്പെടുന്നുണ്ട്. ഗ്രേറ്റ് ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഏതാണ്? ഹിമാദ്രിയെയാണ് വിളിക്കുന്നത്. ഹിമാദ്രിയെ കുറിച്ച് നമ്മൾ ഇനി അടുത്തത് പഠിക്കും. അപ്പൊ ഈ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് ഗ്രേറ്റ് ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നതും ഏതിനെയാണ്? ഹിമാദ്രിയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ഹിമാദ്രിയുടെ തെക്കായിട്ടാണ് നമുക്ക് ഹിമാചൽ കാണാൻ കഴിയുന്നത്. ഹിമാചലിനെയാണ് ലെസർ ഹിമാലയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ശിവാലിക് മലനിരകൾ പഠിച്ചപ്പോൾ അതിന്റെ വീതിയെ കുറിച്ച് പഠിച്ചതുപോലെ തന്നെ ശിവാലിക്കിന് വടക്കായിട്ട് അല്ലെ, ശിവാലിക്കിന്റെ വടക്കായിട്ട് മുകളിലായിട്ട് കാണുമ്പോൾ വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരമുള്ള പർവ്വത നിരയാണ് ശിവാലിക്. അപ്പൊ ഹിമാചൽ പർവ്വത നിരകൾ നമുക്ക് വീക്ഷിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കുറഞ്ഞ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മീറ്റർ, അതുപോലെ തന്നെ കൂടുതൽ എന്ന് പറയുന്നത് 4500 മീറ്റർ വരെയാണ് വരുന്നത്. ലെസർ ഹിമാലയം എന്ന് ഇത് അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. വീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയാണ് ഹിമാചലിനുള്ളത്. അപ്പൊ ഹിമാചലിനെ കുറിച്ച് ഇത്രയും കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളൂ. ഹിമാചൽ എന്ന് പറയുമ്പോൾ ഹിമാദ്രിക്കും ശിവാലിക്കിനും നടുക്കായിട്ട് വരുന്നു. ശിവാലിക്കിന്റെ വടക്കായിട്ടാണ് ഹിമാചൽ കാണുന്നത്. ഹിമാചലിനെ ലെസർ ഹിമാലയ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഉയരം എന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ 3500 മീറ്റർ മുതൽ മറ്റ് ഏറ്റവും കൂടുതൽ ടോപ്പ് എന്ന് പറയുന്നത് 4500 മീറ്റർ വരെ ആകുന്നു. ലെസർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും വടക്കായിട്ട് വരുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഹിമാദ്രി എന്ന് പറയുന്ന ഈ ഭാഗം. ഇതിനെയാണ് നമ്മൾ നേരത്തെ എന്തെന്ന് വിളിച്ചത്? ഗ്രേറ്റ് ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഏറ്റവും നീളം കൂടിയ ഭാഗമാകുന്നു, ഏറ്റവും വീതി കൂടിയ ഭാഗമാകുന്നു ഏതെന്ന് പറയുന്നത്? ഗ്രേറ്റ് ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയം, ഗ്രേറ്റ് ഹിമാലയ. അപ്പൊ 3-4 പേരുകളിൽ ഏതറിയപ്പെടുന്നു? ഹിമാദ്രി അറിയപ്പെടുന്നുണ്ട് അല്ലെ? ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നതാണ് ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്റർ മുകളിൽ ഉയരമുള്ള പർവ്വത നിരകളാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? ഈ കാണപ്പെടുന്ന ഗ്രേറ്റ് ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രിയിൽ കാണാൻ കഴിയുന്നത്.
സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്ററിന് മുകളിലുള്ള പർവ്വതങ്ങൾ, പ്രധാനമായിട്ടും മൗണ്ട് എവറസ്റ്റ് പോലെയുള്ള പർവ്വതങ്ങൾ, കാഞ്ചൻജംഗ പോലെയുള്ള പർവ്വതങ്ങൾ, മൗണ്ട് കൈലാസ് പോലെയുള്ള പർവ്വത നിരകൾ, ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകൾ ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാകുന്നു? ഗ്രേറ്റർ ഹിമാലയ, ഹിമാദ്രിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൗണ്ട് K2 എന്ന് പറയുന്നത് ദേ ഇവിടെ കണ്ടല്ലോ, കാരക്കോറം മലനിരകളിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ലെസ്സർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടുത്തെ 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. അപ്പൊ ഹിമാദ്രിയുടെ വീതിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 25 കിലോമീറ്റർ ആണ്. ലോകത്തിന്റെ ഉയരമേറിയ മിക്ക കൊടുമുടികളും നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. പൊതുവെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ട് നടുക്കായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഇതെന്ന് പറയുന്ന ഇന്നർ ഹിമാലയ അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുന്ന ഈ പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് ലെസർ ഹിമാലയം വരുന്ന, അതിന് തൊട്ട് താഴെയാണ് ബാക്കി രണ്ട് റേഞ്ചസും വരുന്നത്. അപ്പൊ ഇതിന്റെ നടുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള കൊടുമുടികളും നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ, മൗണ്ട് എവറസ്റ്റ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളെയും കുറിച്ചുമാണ് നമുക്കിനി അടുത്തതായിട്ട് പഠിക്കേണ്ടത്. ഹിമാലയത്തിന് പ്രാദേശിക ക്ലാസിഫിക്കേഷൻ നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്കറിയാം ഹിമാലയം എന്ന് പറയുന്നത് അത്യാവശ്യം ഉയരമേറിയ പർവ്വത നിരകളാണ്. അതുകൊണ്ട് തന്നെ കുത്തനെയുള്ള ചരിവുകളിൽ കൂടിയാണ് അവിടുത്തെ നദികൾ ഒഴുകുന്നത്. വെറുതെ ഒഴുകുന്നില്ല, ഇങ്ങനെ കുത്തനെ ചരിവിൽ കൂടി ഒഴുകുമ്പോൾ ശക്തമായ വെള്ളം ഉണ്ടാകുമ്പോൾ ശക്തമായ ഫോഴ്സിൽ ഒഴുകുന്നതിന്റെ ഫലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവസാദങ്ങളും എക്കൽ മണ്ണും ഒക്കെ തന്നെ അത് വഹിച്ചുകൊണ്ട് വരുമ്പോൾ ഗിരികന്ധരങ്ങൾ, ഗൂർഗുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഹിമാലയത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക വിഭാഗങ്ങൾ തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ നദികളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നദികൾ ഒഴുകുമ്പോൾ ഉണ്ടായ ഗൂർഗ്, ഒരു എന്താണ് ഗിരികന്ധരങ്ങൾ ഉണ്ടാകുന്നു, ഇടുങ്ങിയ ഗിരികന്ധരങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷൻ തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ. പർവ്വതനിരകൾ കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് 3 പടിഞ്ഞാറൻ ഹിമാലയം എന്നും മധ്യ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം എന്നും. പടിഞ്ഞാറ്, കിഴക്ക്, അതുപോലെ തന്നെ വടക്ക്. അപ്പൊ വടക്ക് എന്ന് വരുന്ന ഭാഗത്താണ് ഏത് പറഞ്ഞ മധ്യ ഹിമാലയം വരുന്നത് അല്ലെ. ഇനി അടുത്ത പടിഞ്ഞാറ് ഭാഗം, പാകിസ്ഥാനിലോട്ട് പോകുന്ന ആ പ്രദേശങ്ങളൊക്കെയാണ് ഏതെന്ന് പറയുന്ന പടിഞ്ഞാറൻ ഹിമാലയം. സ്വാഭാവികമായിട്ടും സിന്ധുവും അതിന്റെ പോഷക നദികളും ഒഴുകി പോകുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തെ കുറിച്ചാണ്. രണ്ട് നദികൾക്കിടയിലാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്ന ഭൂപ്രദേശം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹിമാലയത്തിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നതിൽ ഏറ്റവും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നമ്മുടെ ഇൻഡസ് റിവർ എന്നറിയപ്പെടുന്ന സിന്ധു നദി. അപ്പൊ സിന്ധുവിന്റെ പോഷക നദികളായിട്ട് പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് ചലം, ചിനാബ്, ബിയാസ്, സത്ലജ്. ഇവർ 5 പേരുമാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും പടിഞ്ഞാറ്, അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അതിരായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സിന്ധു റിവർ ആണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് കാളി റിവർ ആണ്. ഈ കാളി റിവർ എന്ന് പറയുന്നത് ഘാഗ്ര റിവറിന്റെ പോഷക നദിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഉത്തരാഖണ്ഡ് റീജിയൻ വഴി ഘാഗ്ര നദിയിലേക്ക് കൂട്ടിമുട്ടുകയും പിന്നെ ഘാഗ്ര നദി ഗംഗയിലേക്ക് കൂട്ടിമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ കാളി റിവറിന്റെയും അതുപോലെ തന്നെ സിന്ധു റിവറിന്റെയും ഇടയിലുള്ള ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് ഏതൊക്കെ നദിയിലിടയിലുള്ള ഭൂരൂപമാകുന്നു? സിന്ധു നദിയുടെയും കാളി നദിയുടെയും ഇടയിലുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു ഘാഗ്ര നദിയിലേക്ക് ഒഴുകിയെത്തുന്ന കാളി റിവറിന്റെയും ടീസ്താ റിവറിന്റെയും അല്ലെ ഏറ്റവും സ്പീഡായിട്ട് വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ടീസ്താ റിവർ എന്ന് പറയുന്നത്. കാരണം ഗിരികന്ധരങ്ങളിൽ കൂടി, ഇടുങ്ങിയ ഗിരികന്ധരങ്ങളിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് തന്നെ ശക്തമായ ഫോഴ്സിൽ ഒഴുകുന്ന ഒരു നദിയാണ് ഏതെന്ന് പറയുന്ന ടീസ്താ റിവർ എന്ന് പറയുന്നത്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന. അപ്പൊ കാളി നദിക്കും ടീസ്താ റിവറിനും ഇടയിലുള്ള ഈ ഒരു ഭൂപ്രദേശത്തെയാണ് മധ്യ ഹിമാലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ വെസ്റ്റേൺ ഹിമാലയൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ കാളിക്കും ടീസ്തയ്ക്കും ഇടയിലുള്ള ഭൂപ്രദേശത്തെ മധ്യ ഹിമാലയം എന്ന് വിളിക്കുന്നു. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടീസ്ത റിവറിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് വഴിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെ. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കിഴക്കൻ ഹിമാലയം എന്ന് വിളിക്കുന്നത്. അപ്പൊ നദികൾ ഉണ്ടാക്കുന്ന ഗിരികന്ധരങ്ങളുടെ അടിസ്ഥാനത്തിൽ
ഹിമാലയത്തിലാണ് പ്രധാനമായിട്ടും പ്രാദേശികമായിട്ട് ഹിമാലയത്തെ നമ്മൾ മൂന്നായിട്ട് വകഭേദം വരുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് ഏതാകുന്നു? നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭൂപ്രദേശം, മധ്യ ഹിമാലയം കാളി നദിക്കും ടീസ റിവറിനും ഇടയിലുള്ള ഭൂപ്രദേശം, കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത് ടീസ റിവറിനും ബ്രഹ്മപുത്ര റിവറിനും ഇടയിലുള്ള ഭൂപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ പഠിച്ചു, സിന്ധു ആൻഡ് കാളി റിവർ. ഇതിനെ വീണ്ടും നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് എത്രയായിട്ട് വീണ്ടും തരംതിരിക്കാൻ കഴിയുന്നുണ്ട്? മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയുന്നുണ്ട്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പൊ സിന്ധു നദി നമ്മൾ നേരത്തെ പഠിച്ചു, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പൊ ജമ്മു കാശ്മീരിന്റെ വടക്ക് ഏറ്റവും വടക്കായിട്ടാണ് സിന്ധു നദി വരുന്നത്. ആ സിന്ധു പടിഞ്ഞാറ് വരുന്ന ആ ഒരു ഭൂപ്രദേശം സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് വരുന്ന താഴ്വരയാണ് ഘാഗ്ര നദിയുടെ മധ്യമായിട്ട് ഒറിജിൻ അല്ലെങ്കിൽ ഗാഗ്ര നദിയുമായിട്ട് കൂട്ടിമുട്ടുന്ന ആ പ്രദേശം വരെ വരുന്ന കാളി നദി ഗാഗ്ര നദിയുമായി കൂട്ടിമുട്ടുന്നത് വരെ വരുന്ന പ്രദേശം വരെ വരുന്ന ആ ഭൂപ്രദേശത്തെ നമുക്ക് പൊതുവെ മൂന്നായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും വിളിക്കുന്നു. ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ കൃഷിയാണ് നോക്കുന്നത്. പ്രധാനമായിട്ട് ഒരു പർവ്വത പ്രദേശമാണ്, പുൽമേടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്, മൃഗപരിപാലനമാണ് നടക്കുന്നത്. ഹിസ്റ്ററിയോ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ആര്യന്മാരൊക്കെ ആദ്യമായിട്ട് എത്തിച്ചേരുന്നതൊക്കെ ഈ ഒരു ഭൂപ്രദേശമായിട്ട് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഒരു ജനവിഭാഗത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഗുജ്ജർ എന്നറിയപ്പെടുന്ന ജനവിഭാഗം അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. അവിടെ മൃഗപരിപാലനം നടത്തി ഇടയ ജനവിഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഗുജ്ജർ. പ്രധാനമായിട്ടും മൃഗപരിപാലനമാണ്, ആട് കന്നുകാലികളെ മേച്ച് ഉപജീവനം നടത്തി ജീവിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. അപ്പൊ ഗുജ്ജർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് കാണാൻ കഴിയുന്നത്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷി മൃഗപരിപാലനമാകുന്നു. അപ്പൊ ഹിമാലയൻ റീജിയനിൽ കാണുന്ന ഒരു ഗോത്ര വിഭാഗം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഗുജ്ജർ. ഹിമാലയൻ റീജിയനിൽ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയത്തെ പൊതുവെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചു? കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും മൂന്നായിട്ട് തരംതിരിച്ചു. അതിൽ കാശ്മീർ ഹിമാലയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക് അറിയാലോ. ഈ രണ്ട് പ്രദേശം ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞ് മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ ഈ പ്രദേശം ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട പർവ്വത നിരകളായ കാരക്കോറം, സസ്കർ, ലഡാക്ക്, പിർപ്പാഞ്ചൽ എന്നിവ നമുക്ക് കാണാൻ കഴിയുന്നതും എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ കാശ്മീർ ഹിമാലയം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ടെറിട്ടറി പ്രകാരമല്ല, പൊളിറ്റിക്കൽ മാപ്പ് പ്രകാരമല്ല പറയുന്നത്. പിന്നെയോ രണ്ട് നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണ്. അത് ഏതൊക്കെയാണ്? സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലായിട്ടാണ് ഏത് പറയുന്നത്? കാശ്മീർ ഹിമാലയം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പ്രധാനപ്പെട്ട മലനിരകൾ, പർവ്വത നിരകളാണ് ഏതൊക്കെയാണ്? കാരക്കോറം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, സസ്കർ, ലഡാക്ക് അല്ലെ, കാരക്കോറം മലനിരകൾ, അതുപോലെ തന്നെ ലഡാക്ക് റേഞ്ച്, സസ്കർ മലനിരകൾ, ഒപ്പം തന്നെ ഒരാളെ കൂടി പറയുന്നുണ്ട്, പിർപ്പാഞ്ചൽ മലനിരകളും നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിർപ്പാഞ്ചൽ റേഞ്ച്. സസ്കറിന്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് പിർപ്പാഞ്ചൽ റേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗ്രേറ്റ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് പിർപ്പാഞ്ചൽ റേഞ്ച് വരുന്നത് എന്നുള്ള വസ്തുതയാണ് പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാരക്കോണം മലനിരകൾ വരുന്നത്. അതുപോലെ തന്നെ ലഡാക്ക്, അതിന് താഴെ സസ്കർ മലനിരകൾ വരുന്നുണ്ട്, പിർപ്പാഞ്ചൽ റേഞ്ചസും വരുന്നുണ്ട്. ഇവയൊക്കെ തന്നെ കാശ്മീർ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി കാരക്കോറം മലനിരകൾ വന്നാൽ തന്നെ സ്വാഭാവികമായിട്ട് മൗണ്ട് K2 ഇസ് എ പാർട്ട് ഓഫ് കാരക്കോറം മലനിരകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വിശേഷിപ്പിക്കുന്ന കൊടുമുടി ഏതാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ. 8611 മീറ്റർ ഉള്ള മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ കാരക്കോറം മലനിരകളുടെ സ്ഥിതി ചെയ്യുന്ന ഒന്നുകൂടിയാണ് എന്ന കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ എടുത്തു പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരും ലഡാക്ക് ഈ രണ്ട് പ്രദേശങ്ങളാണ് കാശ്മീർ ഹിമാലയത്തിൽ വരുന്നത്. എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി എന്ന് ചോദിച്ചാൽ 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമാണ് കാശ്മീർ ഹിമാലയത്തിനുള്ളത്. 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമാണ് ആർക്കുള്ളത്? കാശ്മീർ ഹിമാലയത്തിനുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, അതുപോലെ തന്നെ പിർപ്പാഞ്ചൽ മലനിരകൾ. കാരക്കോറത്തിൽ മൗണ്ട് K2 ഗോഡ്വിൻ ആസ്റ്റ് വരുന്നുണ്ട്, കൊടുമുടി. അതുകൊണ്ട് തന്നെ അതും ഏതാണ്? കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ്.
സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയ ഹിമാനികൾ നമുക്ക് കാശ്മീർ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിയാച്ചിൻ ഗ്ലേസിയർ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയ ഹിമാനികളും കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയും എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ കാശ്മീർ ഹിമാലയത്തിലൂടെ സിന്ധുവിന്റെ പ്രധാനപ്പെട്ട 5 പോഷക നദികളും ഒഴുകുന്നില്ല. പിന്നെ ആരൊക്കെയാണ് ഒഴുകുന്നത്? രവി, ചലം, രവി, ചലം, ചിനാബ്, ഇവർ 3 പേരുമാണ് കാശ്മീർ ഹിമാലയത്തിലൂടെ ഒഴുകുന്നത് എന്ന വസ്തുത കൂടി ഓർക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ബോൾട്ടാരോ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബോൾട്ടാരോ ഹിമാനികളും അതുപോലെ തന്നെ സിയാച്ചിൻ ഹിമാനിയും എന്ന് പറയുന്നതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ്. രവി, അതുപോലെ തന്നെ ചിനാബ്, ചലം എന്നീ നദികൾ ഒഴുകുന്നതും കാശ്മീർ ഹിമാലയത്തിലൂടെയാണ്. ഇനി പിർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരം. ഈ ബനിഹാൾ ചുരം പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ്. ഈ ബനിഹാൾ ചുരം പിർപ്പാഞ്ചൽ പർവ്വതനിരകൾക്ക് കുറുകെയാണ് ബനിഹാൾ ചുരം നമുക്ക് കാണാൻ കഴിയുന്നത്. ബനിഹാൾ ചുരം ഏതിനാണ്? പിർപ്പാഞ്ചൽ പർവ്വതനിരകൾക്ക് കുറുകെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പിർപ്പാഞ്ചൽ ബനിഹാൾ ചുരം. അതായത് പിർപ്പാഞ്ചൽ പർവ്വതനിരകൾക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരം എന്ന് പറയുന്നത് ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം കൂടിയാണ്. അത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബനിഹാൾ ചുരം എന്ന് പറയുന്നത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പിർപ്പാഞ്ചൽ മലനിരകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിർപ്പാഞ്ചൽ പർവ്വതനിരകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് തന്നെ ബനിഹാൾ ചുരം പിർപ്പാഞ്ചൽ പർവ്വതനിരയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലേക്ക് വരും. പക്ഷേ ഈ ബനിഹാൾ ചുരം ആരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ജമ്മുവിനെ കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ബനിഹാൾ ചുരം എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഇവിടെ ശുദ്ധജല തടാകങ്ങൾ ധാരാളമുണ്ട് കാശ്മീർ ഹിമാലയത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധജല തടാകമാണ് ദാൽ എന്ന് പറയുന്ന ശുദ്ധജല തടാകം. ദാലിന്റെ പേര് പറയുമ്പോൾ PSCയുടെ ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ശ്രീനഗർ അവിടെ വരാറുണ്ട്. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിന്റെ കരയിലാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദാൽ തടാകത്തിന്റെ, ഈ കാണപ്പെടുന്ന ദാൽ തടാകത്തിന്റെ പട്ടണത്തിൽ ദാലിന്റെ കരപ്രദേശത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനഗർ പട്ടണം. കാശ്മീരിൽ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാരവും വാണിജ്യ കേന്ദ്രവുമാണ് ശ്രീനഗർ. ദാൽ തടാകത്തിലെ ശികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ശികാര തോണികൾ, ആ ടേം ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ശികാര തോണികൾ നമുക്ക് ദാൽ തടാകത്തിലാണ് കാണാൻ കഴിയുന്നത്. ആ തോണികളിലെ വിപണികൾ സാധ്യമാക്കി, തോണികളിൽ തന്നെ ഇങ്ങനെ വിപണികൾ, കച്ചവട സ്ഥാപനങ്ങളും രൂപീകരിക്കപ്പെട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും നമുക്ക് ദാൽ തടാകത്തിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ദാൽ തടാകം കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ്. ശ്രീനഗർ പട്ടണം ദാൽ തടാകത്തിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ദാൽ തടാകത്തിന്റെ കരയിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ദാൽ തടാകത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ശികാരി തോണികളുമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു കൺസെപ്റ്റ് കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഗുജ്ജർ എന്ന് പറയുന്ന ജനവിഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. കാശ്മീർ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മർഗുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ശരിക്കും മർഗുകൾ എന്ന് പറയുന്നത് പർവ്വത ചെരുവുകളിൽ വേനൽ കാലഘട്ടത്തിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ്. ശരിക്കും പുൽമേടാണ് ഏതെന്ന് പറയുന്നത്? മർഗുകൾ എന്ന് പറയുന്നത്. മഞ്ഞുകാലമാകുമ്പോൾ, ശൈത്യകാലമാകുമ്പോൾ ഈ പർവ്വത പ്രദേശത്തെല്ലാം തന്നെ മഞ്ഞ് മൂടുകയും പുൽമേടിന്റെ മുകളിൽ മഞ്ഞു മൂടുന്നു. അതെന്ത് ചെയ്യുന്നു? ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്ക് ധാരാളമായി ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇതിൽ ചിലതാണ്. അപ്പൊ സോൺമർഗ്, ഗുൽമർഗ് ഒക്കെ കാശ്മീർ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മർഗുകളെ കുറിച്ചൊന്ന് ഓർക്കുക. മർഗുകൾ എന്ന് പറയുന്ന പുൽമേടുകളാണ്. അപ്പം മർഗുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊക്കെ ചോദ്യം വരാം. പുൽമേടുകളിലാണ് മർഗുകൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഈ കാശ്മീർ ഹിമാലയം, കാശ്മീർ താഴ്വരയെ കുറിച്ച് പറയുമ്പോൾ അവിടെ കാശ്മീരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് കുങ്കുമപ്പൂ കൃഷി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അതിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ കരേവ എന്നറിയപ്പെടുന്ന മണ്ണിനം എവിടെയുണ്ട്? കാശ്മീർ താഴ്വരയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കരേവ എന്ന് പറയുന്ന മണ്ണിനം എന്ന് പറയുന്നത് ശരിക്കും
മുകളിലേക്ക് നമ്മുടെ ഹിമാനികൾ മഞ്ഞുപാളികളൊക്കെ വന്നു വീഴുന്നു, അവസാദങ്ങൾ വന്നു വീഴുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് ഫോർമേഷൻ സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കരാബാസ് എന്ന് പറയുന്നത്. നമുക്ക് +1 ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ അവിടെ കുറിച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കാശ്മീർ താഴ്വരകളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏതാണ്? കരാബാസ് ആണ്. ഹിമാനികൾ നിക്ഷേപിക്കുന്ന, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരാബാസ് എന്ന് പറയുന്നത്. ഹിമാനികൾ മഞ്ഞുകട്ടകൾ രൂപം കൊള്ളുന്നു ശൈത്യ കാലഘട്ടത്തിൽ. ഇത് ഉരുകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? പതുക്കെ മുകളിൽ നിന്ന് താഴേക്ക് ഇതിങ്ങനെ നീങ്ങി വരുന്നു. ഇങ്ങനെ നീങ്ങി വരുമ്പോൾ ഇതിന്റെ അടിഭാഗത്തുള്ള അവസാദങ്ങൾ, ചിലപ്പോൾ തടികളുടെ അവശിഷ്ടങ്ങളോ മണ്ണും മറ്റു കാര്യങ്ങളോ ഒക്കെ ഇത് വഹിച്ചു കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇങ്ങനെ മഞ്ഞ് കട്ടകൾ ഈ അവസാദങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ രൂപം കൊള്ളുമ്പോൾ, ഈ മണ്ണിന്റെയും കല്ലിന്റെയും അതുപോലെ തന്നെ മരകഷ്ണങ്ങളുടെയൊക്കെ മുകളിൽ ഇങ്ങനെ രൂപം കൊള്ളുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഒരു ഫോർമേഷൻ സംഭവിക്കുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നു. ഇങ്ങനെ മാറ്റം ഉണ്ടായി രൂപം കൊള്ളുന്ന മണ്ണിനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കരാവ മണ്ണെന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് ജമ്മു കാശ്മീരിലെ കാശ്മീർ താഴ്വരയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കരാവ മണ്ണിനുമാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ നമുക്ക് എവിടെ, അല്ലെങ്കിൽ കുങ്കുമപ്പൂ കൃഷി നമുക്ക് കാശ്മീർ താഴ്വരയിൽ കാണാൻ കഴിയുന്നത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് എന്ന് പറയുന്നത് കരാവ മണ്ണ്. അപ്പൊ കരാവ മണ്ണിന്റെ ഫീച്ചർ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, മണല് നിറഞ്ഞ ഒരു തരം മണ്ണ്. നമുക്കറിയാം ഈ നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് എന്ന് പറയുന്ന കരാവാസ് മണ്ണ് എന്ന് പറയുന്നത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിമാചൽ ഹിമാലയത്തെ കുറിച്ചാണ്. പ്രധാനമായി ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഭാഗമാണ് ഹിമാലയം. ഇവിടെ കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ചിനാബ്, രവി, ബിയാസ് എന്നീ സിന്ധുവിന്റെ പ്രധാനപ്പെട്ട 3 പോഷക നദികളായ ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ് ഹിമാചൽ ഹിമാലയത്തിൽ കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ഏതൊക്കെ? ധൗളാധാർ, പിർപ്പാഞ്ചൽ. പിർപ്പാഞ്ചൽ നമ്മൾ നേരത്തെ കാശ്മീർ ഹിമാലയത്തിൽ കണ്ടു. പിന്നെ അത് നീണ്ട് എങ്ങോട്ട് വരുന്നുണ്ട്? ഹിമാചൽ ഹിമാലയത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ധൗളാധാർ റേഞ്ച് ഇവിടെ ഉണ്ട്. ധൗളാധാർ റേഞ്ച് ശരിക്കും ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിമാലയം നോക്കുമ്പോൾ ലെസർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് ഹിമാചൽ ഹിമാലയം നമ്മൾ നേരത്തെ പഠിച്ചു, അതിന്റെ ഭാഗമായിട്ടാണ് ധൗളാധാർ റേഞ്ച് വരുന്നത്. അപ്പൊ ഹിമാചൽ ഹിമാലയത്തിലാണ് നമുക്ക് ധൗളാധാർ, പിർപ്പാഞ്ചൽ റേഞ്ചുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പിർപ്പാഞ്ചൽ റേഞ്ച് കാശ്മീർ ഹിമാലയത്തിൽ നിന്നും ഹിമാചൽ ഹിമാലയത്തിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്നൊരു കാഴ്ച കൂടിയുണ്ട്. ഹിമാചൽ ഹിമാലയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ വരുന്ന പ്രധാനപ്പെട്ട 2 ശുദ്ധജല തടാകങ്ങൾ, കാശ്മീർ ഹിമാലയത്തിലാണ് ദാൽ തടാകം പഠിച്ചു, ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിലാണ് എന്ന് പഠിച്ചു. അപ്പൊ ഹിമാചൽ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട 2 ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാലും സൂരജ് താലും. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നീ 2 ശുദ്ധജല തടാകങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഹിമാചൽ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ, ഹിമാചൽ പ്രദേശിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബാരാലച്ല ചുരവും കുളു താഴ്വരയെ ലാഹോർ സപ്തി എന്ന താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട ചുരങ്ങൾ കൂടി എവിടെ വരുന്നുണ്ട്? ഹിമാചൽ ഹിമാലയത്തിൽ വരുന്നുണ്ട്. ബാരാലച്ല ചുരവും റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാരാലച്ല ചുരവും അതുപോലെ തന്നെ ഒരാളാണ് ഏതെന്ന് പറയുന്നത് റോഹ്താങ് ചുരവും എവിടെയാണ്? ഹിമാചൽ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നോക്കിയ 2 ചുരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബാരാലച്ല, റോഹ്താങ് ചുരം ഹിമാചൽ ഹിമാലയത്തിലാണ് വരുന്നത്. ബാരാലച്ല ചുരവും കുളു താഴ്വരയെ ലാഹോർ സപ്തി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളായിട്ട് നമുക്ക് പറയാം. കുളു, കാംഗ്ര, ലാഹോർ തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഷിംലി, മണാലി എന്നിവ ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുളു, കാംഗ്ര, ലാഹോർ ഹിമാചൽ ഹിമാലയത്തിലാണ്. ഷിംല, മണാലി എന്നിവയും ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു പ്രദേശത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭൂരൂപം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ചൂട് നീരുറവകൾ. അപ്പൊ ആ ചൂട് നീരുറവകൾ എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് മഴവെള്ളം ഭൂമിക്ക് അടിയിലേക്ക്, മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം എന്ത് ചെയ്യുന്നു? ഭൂമിക്ക് അടിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഊർന്ന് ഇറങ്ങുന്നു. പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായുള്ള ഇടങ്ങളിൽ ഇങ്ങനെ ഭൂമിക്ക് അടിയിലേക്ക് മഴവെള്ളം ഊർന്നിറങ്ങുകയും, നമ്മൾ പറഞ്ഞു ഹിമാലയം എന്ന് പറയുന്ന ഒരു മടക്ക് പർവ്വതമാണ്. ഇങ്ങനെ 2 പർവ്വത പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അടിയിൽ എന്തുണ്ട്? ശിലയുണ്ട്. ശില മീൻസ് പാറയുണ്ട് എന്ന് വെച്ചുക. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഭൗമ രൂപീകരണം നടക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിവിടെ എപ്പോഴും ഭൗമ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഈ ശിലാപാളി എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭ ജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നു. ഇത് പിന്നീട് എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ശക്തമായ ഫോഴ്സിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ വരുന്നു.
ഇങ്ങനെ ഇതാണ് ചൂട് നീരുറവകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ചൂട് നീരുറവകൾക്കുള്ള പേരുകൾ പറഞ്ഞിട്ടുണ്ട്. മണികിരൺ, വീർഗംഗ ചൂട് നീരുറവകളിൽ നിന്നും ഭൗമ താപോർജ്ജം ജിയോ തെർമൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെ എന്ന് പറയുക? മണികിരണം, വീർഗംഗ. ഹിമാചൽ പ്രദേശിലെ മണികിരൺ ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ഒന്ന് ഓർക്കുക. ഹിമാചൽ പ്രദേശിലാണ് മണികിരണം, വീർഗംഗയും വരുന്നത്. ഇവ രണ്ടും എന്താകുന്നു? ചൂട് നീരുറവകളാകുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ കുറിച്ചാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗാഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗാഡ്വാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു. കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഏതൊക്കെ നദികൾക്കിടയിലാണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരിക്കുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് ഞാൻ മൊത്തത്തിൽ എടുത്തിരിക്കുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പോർഷൻ ആണ് എടുത്തിരിക്കുന്നത്. നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദർനാഥ് തുടങ്ങിയ കൊടുമുടികൾ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഏതൊക്കെയാണ്? നന്ദാദേവി, നമുക്ക് പ്രധാനപ്പെട്ട റിസർവെയറുമാണ് നന്ദാദേവി. അതുപോലെ തന്നെ കാമെറ്റ്, ബദ്രിനാഥ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേദർനാഥ്, ബദ്രിനാഥ് ഇവയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതും എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദർനാഥ് എന്നിവ ഏത് ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എത്തുമ്പോഴാണ് പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് നദികൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ, ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള യമുന നദി എന്നിവയുടെ ഉത്ഭവ സ്ഥാനമായിട്ടുള്ള ഗംഗയുടെ ഉത്ഭവം എവിടെയാണ്? ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലവും യമുനയുടേത് യമുനോത്രി തുടങ്ങിയ ഹിമാനികൾ അല്ലെ രണ്ട് ഹിമാനികളിൽ നിന്നുമാണ് ഈ നദികൾ ഉത്ഭവിക്കുന്നത്. ഇതും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഗംഗോത്രി, യമുനോത്രി വരുന്നത്. അതുപോലെ തന്നെ നൈനിതാൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങൾ വീണ്ടും വന്നു. രണ്ട് ശുദ്ധജല തടാകങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ശുദ്ധജല തടാകങ്ങൾ ഏതാകുന്നു? നൈനിറ്റാൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങൾ. ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച ശുദ്ധജല തടാകം ഏതാകുന്നു? ചന്ദ്രതാൾ, സൂരജ് താൾ എന്നിവ ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ച ശുദ്ധജല തടാകമാണ് ഇത് ചന്ദ്രതാൾ, സൂരജ് താൾ. കാശ്മീർ ഹിമാലയത്തിലാണ് ധാൾ തടാകം നമ്മൾ പഠിച്ചത്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഏതൊക്കെയാണ്? നൈനിതാൾ, ഭീംതാൾ എന്നീ ശുദ്ധജല തടാകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നദികളായ ഗംഗയും ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുനയും ഒറിജിൻ ചെയ്യുന്ന ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ പഠിച്ച ഡ്യൂൺസുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇനി ബുഗ്യാൾ എന്ന പേര് കൂടി അറിയപ്പെടുന്നുണ്ട്. ലെസ്സർ ഹിമാലയത്തിനും ശിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. പൊതുവെ നമുക്കറിയാം ഡെറാഡൂണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ ഡൂൺസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഗ്രേറ്റർ ഹിമാലയ, അതുപോലെ തന്നെ ലെസ്സർ ഹിമാലയ, ശിവാലിക്. ഈ ലെസ്സർ ഹിമാലയത്തിനും ശിവാലിക്കിനും ഇടയിലുള്ള ഈ കാണപ്പെടുന്ന നിരപ്പായ പ്രദേശത്തെയാണ് നമ്മൾ പൊതുവെ ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നിരപ്പായ താഴ്വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൂൺസ് എന്ന് വിളിക്കുന്നത്. ഡൂൺസുകളിൽ ഏറ്റവും പ്രശസ്തനാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത എന്താണ്? ബുഗ്യാൾ എന്നുള്ളതാണ്. ബുഗ്യാൾ പുൽമേടുകളാണ്. അതായത് വേനൽക്കാലങ്ങളിൽ പുൽമേടുകളായി തീരുകയും ശൈത്യ കാലഘട്ടങ്ങളിൽ ഈ പുൽമേടുകളിലേക്ക് മഞ്ഞ് വീഴ്ച ഉണ്ടാവുകയും മഞ്ഞ് മൂടി കിടക്കുകയും ചെയ്യുന്ന പർവ്വത ചരിവുകളാണ് ബുഗ്യ അല്ലെങ്കിൽ ഡൂൺസുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ദയാര ബുഗ്യാലും ഗോൾഡ്സോൺ ബുഗ്യാലുമാണ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യ ഹിമാലയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാളി നദിക്കും അതുപോലെ തന്നെ ടീസ്ത നദിക്കും ഇടയിലുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മധ്യ ഹിമാലയം എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ വിളിക്കുന്നത് മധ്യ ഹിമാലയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. ഈ മധ്യ ഹിമാലയത്തിന്റെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് നേപ്പാൾ ഹിമാലയം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ നേപ്പാളിന്റെ അല്ലെങ്കിൽ മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗ പ്രദേശവും നമുക്ക് ഈ ഗാഗ്ര നദി എന്ന് പറയുന്നത് കാളി നദി എന്ന് പറയുന്നത് ഗാഗ്ര നദിയുടെ ഒരു പോഷക നദി കൂടിയാണ്.
അതുപോലെ തന്നെ ടീസ്ത റിവർ ഈ ഒരു പ്രദേശത്ത് നേപ്പാളിലെ റീജിയനിൽ നിന്നുമാണ് ഇന്ത്യയിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം പൊതുവെ നേപ്പാളിലാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തുകൂടി വിളിക്കുന്നത്, മധ്യ ഹിമാലയത്തിനെ നേപ്പാൾ ഹിമാലയം എന്ന് കൂടി വിളിക്കുന്നു. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഡാർജിലിംഗും പടിഞ്ഞാറൻ സിക്കിമിൽ വെച്ചാണ് ടീസ്ത നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യ ഹിമാലയത്തിലാണ്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും നമുക്ക് കാണാൻ കഴിയുന്നതും എവിടെയാണ്, മധ്യ ഹിമാലയത്തിലാണ്. അപ്പൊ മധ്യ ഹിമാലയത്തിലാണ് മൗണ്ട് എവറസ്റ്റ് കൊടുമുടി, നേപ്പാളിലാണ്. അതുകൊണ്ട് മധ്യ ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും കാഞ്ചൻജംഗയും മധ്യ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മധ്യ ഹിമാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നദികളെ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. അതായത് ഗംഗോത്രി ഹിമാലയയിലെ ഗോമുഖിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, സ്വാഭാവികമായിട്ട് യമുന നദി യമുനോത്രിയിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നുണ്ട്. ദെൻ അത് ഫ്ലോ ചെയ്ത് പ്രധാനമായിട്ടും ഈ ഒരു പ്രദേശത്ത് എത്തുമ്പോഴാണ്, ഈ ഗന്ധക് നദിയുടെയൊക്കെ പ്രദേശത്ത് എത്തുമ്പോഴാണ് ഈ ഒരു പ്രദേശത്ത്, അതായത് മധ്യ ഹിമാലയത്തിൽ ഏറ്റവും കൂടുതൽ ജലം കൊണ്ടുവരുന്നത്. അപ്പൊ ഗംഗാ നദിയുടെ പോഷക നദികളായ യമുന, ഘാഗ്ര റിവർ, ഗാഗ്രയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഗാഗ്ര റിവറിന്റെ ഒരു പോഷക നദിയാണ് കാളി റിവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗന്ധക് റിവർ ഇവിടെ കാണുന്നുണ്ട്, ഗന്ധക് റിവർ. പിന്നെ അതുപോലെ തന്നെ കോസി റിവർ തുടങ്ങിയവയെ ഉത്തരാഖണ്ഡിലാണ്, നേപ്പാൾ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട നദികളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതുമാണ്. അപ്പൊ ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളായ യമുന, ഗാഗ്ര, ഗന്ധക്, കോസി എന്നിവ നമ്മുടെ മധ്യ ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഉത്തരാഖണ്ഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യമുന നദി യമുനോത്രി ഗ്ലേസിൽ നിന്ന് ഒറിജിൻ ചെയ്ത് ഉത്തരാഖണ്ഡ് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ ഗംഗാ നദിയുടെ സ്ഥിതി, ഇവയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഒപ്പം ഇനി നമുക്ക് നോക്കിയത് ടീസ്ത നദിയാണ്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ടീസ്ത റിവർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഒഴുകുന്ന നദി. ടീസ്ത നദിയും അതിന്റെ നദീതടങ്ങളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ ടീസ്തയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ചെൽക്കോള, നിറോഖോള, ലീഷാക്കോള എന്നിവ ടീസ്ത റിവറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് നമുക്ക് പറയാം. ഇടുങ്ങിയ ഒരു ഗിരികന്ധരത്തിൽ കൂടി ഭയങ്കര ശക്തമായ കുത്തനെയുള്ള ഗിരികന്ധരത്തിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് തന്നെ ശക്തമായ ഫോഴ്സിൽ ഒഴുകുന്ന ഒരു നദി കൂടി, വെള്ളം ഒരുപാട് വഹിച്ചു കൊണ്ടുവരുന്ന ഒരു നദി കൂടിയാണ് ടീസ്ത റിവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിഴക്കൻ ഹിമാലയത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് നമുക്ക് ഈ കിഴക്കൻ മലനിരകളിൽ കാണാൻ കഴിയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം നമുക്ക് പൊതുവെ അറിയാം, ഉയരം കൂടിയ പർവ്വത നിരകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഭാഗം നംഗപർവ്വതമൊക്കെ എടുത്ത് കാരക്കോണം റേഞ്ചും ലഡാക്ക് റേഞ്ചും ഒക്കെ. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ, കിഴക്കൻ മലനിരകളിലേക്ക് എത്തുമ്പോൾ പൊതുവെ ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയുള്ള പ്രദേശമാണ്. ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വരുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന കിഴക്കൻ മലനിരകളുടെ ഭാഗം അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. കിഴക്കൻ ഹിമാലയത്തിനെ പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ഒരു പേരാണ് ആസാം ഹിമാലയം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ മേഖലയെ പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംജ പർവ്വ എന്നറിയപ്പെടുന്ന കൊടുമുടി. നംജ പർവ്വത നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നംജ പർവ്വത 7756 മീറ്റർ ആണ് നംജ പർവ്വതത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം, നംജ പർവ്വതം കിഴക്കൻ മലനിരകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ്. കിഴക്കൻ മലനിരകളെ ആസാം ഹിമാലയം എന്ന് അറിയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും ഉയരം കുറഞ്ഞ മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നംജ പർവ്വതത്തിന്റെ ഉയരം നമുക്ക് നൽകിയിട്ടുണ്ട്, 7756 മീറ്റർ കൂടിയാണ്. ഇനി ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട നദികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്രഹ്മപുത്ര, കാമൻ, ലോഹിത് എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഏറ്റവും പ്രധാന കിഴക്കൻ മലനിരകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളാണ് ബ്രഹ്മപുത്ര റിവർ. അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര റിവർ. അതുപോലെ തന്നെ കാമൻ, ലോഹിത്, സുബൻസിരി എന്നിവ, കാമൻ, ലോഹിത്, സുബൻസിരി എന്നിവ പ്രധാനപ്പെട്ട നമ്മുടെ നദികളാണ്. കാമൻ, ലോഹിത്, സുബൻസിരി എന്നിവ പ്രധാനപ്പെട്ട നദികളായിട്ട്, കിഴക്കൻ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട നദികളായിട്ട് നമുക്ക് പറയാൻ കഴിയും. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം എന്നിവ കിഴക്കൻ മലനിരകളാണ്. അപ്പൊ ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെ ആരുമായി ബന്ധിപ്പിക്കുന്നു? ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. മ്യാൻമാറുമായി അരുണാചൽ പ്രദേശിനെ ബന്ധിക്കുന്ന ദിഫു ചുരവും നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? കിഴക്കൻ മലനിരകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പൊ ആ രണ്ട് ചുരങ്ങളുടെ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ബോംഡില ചുരവും ദിഫു ചുരവും അരുണാചൽ പ്രദേശിന്റെ ടിബറ്റും തമ്മിൽ ബന്ധിക്കുന്ന ബോംഡില, ദിഫു ചുരം എന്ന് പറയുന്ന അരുണാചൽ ആൻഡ് മ്യാൻമാറുമാണ്. ഇനി ഈ പ്രദേശത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ആസാം, ഡാർജിലിംഗ് മേഖലകളിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ തന്നെ തേയില കൃഷി ആരംഭിച്ച പ്രദേശമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കുന്നുകളിൽ തദ്ദേശമായ ഗോത്ര ജനത ഷിഫ്റ്റ് കൾട്ടിവേഷൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹിമാലയത്തിന്റെ ഏത് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ഥാനമാറ്റ കൃഷി നടക്കുന്നത്? കിഴക്കൻ ഹിമാലയത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്ന പരമ്പരാഗത കൃഷി രീതിയാണ്. ആസാം ഹിമാലയത്തിന്റെ ഒരു പരമ്പരാഗത കൃഷി രീതിയാണ് ഏതെന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നു, പിന്നെ അവിടെ തരിശു ഭൂമിയാകുന്നു, അതൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് അവർ വീണ്ടും പുതിയൊരിടത്തേക്ക് പോകുന്നു, കൃഷി ചെയ്യുന്നു, വീണ്ടും ആ പഴയയിടത്തേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ ആസാം ഹിമാലയത്തിലാണ് കാണാൻ കഴിയുന്നത്. ഇനി മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ചെമായുങ് ഹിമാനിയിൽ നിന്നുമാണ് ആരുദ്ഭവിക്കുന്നത്? നമ്മുടെ ബ്രഹ്മപുത്ര റിവർ ഉത്ഭവിക്കുന്നത്. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. ബ്രഹ്മപുത്ര റിവർ ആണ് ഇവിടുത്തെ കിഴക്കൻ ഹിമാലയത്തിന് ഏറ്റവും വലുത്. ചെമായുങ് ഗ്ലേസിയറിൽ നിന്നും ഒറിജിൻ ചെയ്ത് ടിബറ്റ് വഴി അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, മനാസ്. അപ്പൊ ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ കൂടി നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നു. ദിബാങ്, ലോഹിത്, മനാസ് എന്നിവ ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ട് നമുക്ക് പറയാം. ദിബാങ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കിഴക്കൻ മലനിരകളെ കുറിച്ച്, കിഴക്കൻ ഹിമാലയത്തെ കുറിച്ച് പഠിച്ചു. ഈ കിഴക്കൻ ഹിമാലയത്തിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പത്കായി, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, ഇവിടെ മിസോ കുന്നുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ പൂർവാഞ്ചൽ ഹിമാലയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂർവാഞ്ചൽ ഹിമാലയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതാണ് പൂർവാഞ്ചൽ ഹിമാലയം. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക്, ബ്രഹ്മപുത്രയുടെ കിഴക്കായിട്ടാണ്, ബ്രഹ്മപുത്ര ഇങ്ങനെ കറങ്ങി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെ, ബ്രഹ്മപുത്രയുടെ കിഴക്കായിട്ടാണ് നമുക്ക് പൂർവാഞ്ചൽ ഹിമാലയം നമുക്ക് കാണാൻ കഴിയുന്നത്. പൂർവാഞ്ചൽ ഹിമാലയത്തെ കുറിച്ച് നോക്കുമ്പോൾ ബ്രഹ്മപുത്ര താഴ്വരയുടെ കിഴക്ക് ആയിട്ട്, ബ്രഹ്മപുത്ര താഴ്വര അരുണാചൽ പ്രദേശ് വഴി ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുക, അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ട്, അതുപോലെ തന്നെ ഹിമാലയം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ, എവിടെയാണ് അരുണാചൽ പ്രദേശിന്റെ വടക്ക് തെക്ക് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പൂർവാഞ്ചൽ കുന്നുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർവാഞ്ചൽ കുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്കായി കുന്നുകൾ, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ ഉയരമുള്ള ഈ കുന്നുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുന്നുകളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പട്കായി ബൂം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, ഒരാളെ കൂടി നമുക്ക് ഇവിടെ പറയാനുണ്ട്, മണിപ്പൂർ കുന്നുകൾ എന്നിവയും ഏതാണ് ഈ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പൂർവാഞ്ചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട 4 കുന്നുകളാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് പൂർവാഞ്ചൽ കുന്നുകളിലാണ്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന കേംബുൾ ലാംജോവോ വരുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് മണിപ്പൂരിലെ ലോക്താക് തടാകം എന്നറിയപ്പെടുന്നത്. മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലെ ഒരു ദേശീയ ഉദ്യാനമാണ് കേംബുൾ ലാംജാവോ ദേശീയ ഉദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്താണ് പുംടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് കേംബുൾ ലാംജോ ദേശീയ ഉദ്യാനം മണിപ്പൂരിലാണ്, ലോക്താക് തടാകത്തിലാണ്. ഈ തടാകത്തിൽ ശുദ്ധജല തടാകത്തിലേക്ക് വന്ന് പൊങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ അവശിഷ്ടവും മണ്ണും എല്ലാം ചേർന്ന് രൂപം കൊള്ളുന്ന ഒരു തുരുത്ത് രൂപം കൊള്ളുകയും, പക്ഷെ ഇത് അടിത്തട്ട് വെള്ളമാണ്, അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്ത് നീങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. ഈ തുരുത്തുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന, പുംടി എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പൊ ഈ പുംടി എന്ന പറയുന്ന പേര് കേംബിൾ ലാംജാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടേം ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കാലാവസ്ഥയെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വടക്ക് ഒരു നമ്മുടെ ഉത്തരപർവ്വത മേഖല ഒരു അതിർത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു മതിലായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കും ഇടയിൽ, ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇങ്ങോട്ട് വരുന്നത്, ഇത് മധ്യ ഏഷ്യയാണ് വരുന്നത്, ഒരു കാലാവസ്ഥ വിഭജനം തന്നെ നമുക്ക് കാണാൻ കഴിയും. ക്ലൈമറ്റ് ഡിവൈഡ് തന്നെ അവിടെ ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതാത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകൾ, അതിന് എക്സാമ്പിൾ ആയിട്ട് ശിവാലിക് മലയടിവാരങ്ങളിലെ മിതോഷ്ണ കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉയരം കൂടുന്തോറും താപനില കുറയുന്നു, ശൈത്യ കാലാവസ്ഥയാണ് അവിടെ അനുഭവപ്പെടുന്നത്.
ഉയർന്ന പർവ്വത ഭാഗങ്ങളിൽ ലഡാക്ക് an എക്സാമ്പിൾ ആയിട്ട് പറയാം. ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് ലഡാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട്. അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ശാഖ ബംഗാൾ ഉൾക്കടൽ വഴി ഇന്ത്യയിലേക്ക് ആസാം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം വഴി നമ്മുടെ പൂർവാചൽ ഹിമാലയത്തിന്റെ പ്രദേശത്തിലൂടെ എവിടെ പ്രവേശിക്കുന്നു, ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും ആസാം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിലുള്ള മഴ ലഭിക്കുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പീഠഭൂമി ഏതാണ്? മേഘാലയ പീഠഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. നദീ വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ പോയായിരുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് ഹിമാലയൻ നദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളായിട്ട് പറയേണ്ടത്. അവയുടെ പോഷക നദികളുമാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ നദികൾ. മഴയിൽ നിന്നും മഞ്ഞുരുകിയുള്ള ജലം ലഭിക്കുന്ന ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ നദി ശക്തമായ ജലം വഹിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ രൂപം കൊള്ളുന്ന താഴ്വരകളെയാണ് V-രൂപ താഴ്വരകൾ. ഇപ്പൊ ഈ V-രൂപ താഴ്വരകളുടെ രൂപം കൊള്ളാനുള്ള കാരണം അപരദനമാണ്. അതിന് കാരണം ആരാണ്? നദിയാണ്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. V-രൂപ താഴ്വരകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് ആരാണ്? നദിയാണ്. നദിയുടെ ഏത് പ്രവർത്തനമാണ്? അപരദനം എന്ന് പറയുന്ന പ്രവർത്തനം. അതായത് നദി വെറുതെ ഒഴുകുന്നില്ല. ശക്തമായ ജലം വരുമ്പോൾ നദിയുടെ അടിത്തട്ടിലുള്ള എക്കൽ മണ്ണും മറ്റ് അവസാദങ്ങളും ശിലാപദാർത്ഥങ്ങളും ഒക്കെ തന്നെ അത് വഹിച്ചുകൊണ്ട് ശക്തമായ ഫോഴ്സിൽ ഒഴുകുന്നത് മൂലം ഉണ്ടാകുന്ന താഴ്വരയാണ് V-രൂപ താഴ്വര. വീതി ഇങ്ങനെ അപരദനം മൂലം നദിയുടെ വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിൽ അപരദനം ഉണ്ടാകുകയും ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് V-രൂപം. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപം കൊള്ളുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ V അക്ഷരത്തിനോട് സദൃശ്യമായതിനാലാണ് V-രൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. അപ്പൊ V-രൂപ താഴ്വരകൾ നദികളിലാണ് രൂപം കൊള്ളുന്നത്. നദികളുടെ അടിത്തട്ടിലാണ് രൂപം കൊള്ളുന്നത്. ശക്തമായ വെള്ളവും കുത്തൊഴുക്കോട് കൂടി ഒഴുകുന്ന നദികളിലുമാണ് V-രൂപ താഴ്വരകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നദികളുടെ അടിത്തട്ടിലുള്ള മണ്ണും എക്കൽ മണ്ണും ഒക്കെ തന്നെ വഹിച്ചുകൊണ്ട് നദി ശക്തമായി ഒഴുകുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ V അക്ഷരത്തിനോട് സദൃശ്യമായ രൂപ താഴ്വര സൃഷ്ടിക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ജമ്മു കാശ്മീരിലാണ് ഡച്ചിങ്ങാം ദേശീയ ഉദ്യാനം. ലഡാക്കിലാണ് ഹെമിസ് ദേശീയ ഉദ്യാനം വരുന്നത്. ഉത്തരാഖണ്ഡിലാണ് പൂക്കളുടെ താഴ്വര നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജിം കോർബറ്റ് നിങ്ങൾക്ക് അറിയാം, ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് ദേശീയ ഉദ്യാനം. ഉത്തരാഖണ്ഡിൽ തന്നെ വരുന്ന രാജാജി ദേശീയ ഉദ്യാനം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ദേശീയ ഉദ്യാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇത്രയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദേശീയ ഉദ്യാനമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ തന്നിട്ടുള്ളവയിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമല്ലാത്ത ദേശീയ ഉദ്യാനം ഏതെന്നൊക്കെ ചോദിക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദേശീയ ഉദ്യാനമാണ് ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ങാം ദേശീയ ഉദ്യാനം, ലഡാക്കിലെ ഹെമിസ് ദേശീയ ഉദ്യാനം, ഉത്തരാഖണ്ഡിലെ പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിൽ തന്നെ 3 പേരുണ്ട്. ഒന്ന് പൂക്കളുടെ താഴ്വര, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, രാജാജി ദേശീയ ഉദ്യാനം എന്നിവയുണ്ട്. കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ സിക്കിമിലാണ് കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. ആസാമിൽ ഇതുപോലെ 3 പേര് വരുന്നുണ്ട്. ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ് എന്നീ ദേശീയ ഉദ്യാനങ്ങൾ. മണിപ്പൂരിലാണ് കെയ്മ്പുൾ ലാൻജോവോ വരുന്നത്. നമ്മൾ കണ്ടു ഫ്ലോട്ടിംഗ് ലേക്ക് ഒക്കെ അവിടുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചായിരുന്നു. ലോക്താക് തടാകത്തെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. കെയ്മ്പുൾ ലാൻജാവോ ലോക്താക് തടാകം മണിപ്പൂരാണ്. ആ കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിലാണ് കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈഖോവ ആസാം, കാസിരംഗയും മാനസും ആസാമിലാണ്. കാസിരംഗ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു. മാനസ് ഓർക്കുക. കെയ്മ്പുൾ ലാൻജാവോ ലോക്താക് തടാകം ഓർക്കുക. അപ്പൊ ഇപ്പുറത്തെ സൈഡ് പടിഞ്ഞാറൻ സൈഡ് മറക്കരുത്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 2 ഡിവിഷനോട് കൂടിയുള്ള ദേശീയ ഉദ്യാനത്തെ കുറിച്ചും പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. സോ ഈ ഒരു യൂണിറ്റിന്റെ കംപ്ലീറ്റ് നോട്ടും അല്ലെങ്കിൽ നോട്ടും നമ്മളെ കമ്മ്യൂണിറ്റി ചാനലിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഇതാണ് ഫുൾ യൂണിറ്റും. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു യൂണിറ്റുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ തന്നെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.